പൂനിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം മാരിവില്ലൊളി വീണഴിഞ്ഞൊരു രാഗമാലിക ചൂടാം ഇതളിതളായെന്നുള്ളിൽ പതിയെ വിടർന്നൊരു പാവുകമരുളാം പൂനിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം മാരിവില്ലൊളി വീണലിഞ്ഞൊരു രാഗമാലിക ചൂടാം. ഇമ്പം തുളുമ്പുമീണം ഇനി നിന്റെ വീണമൂളും മാമ്പൂവിരിയും കരളിലെ മോഹം മരതകമഞ്ചിമയണിയും. ഇമ്പം തുളുമ്പുമീണം ഇനി നിന്റെ വീണമൂളും മാമ്പൂവിരിയും കരളിലെ മോഹം മരതകമഞ്ചിമയണിയും. പൂനിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം ഓരോ വസന്തരാവും പനിനീരണിഞ്ഞു നിൽക്കും ഓരോ നിനവും നിറപറയോടെ നിൻകിളിവാതിലണയും. ഓരോ വസന്തരാവും പനിനീരണിഞ്ഞു നിൽക്കും ഓരോ നിനവും നിറപറയോടെ നിൻകിളിവാതിലണയും. പൂനിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം മാരിവില്ലൊളി വീണലിഞ്ഞൊരു രാഗമാലിക ചൂടാം ഇതളിതളായെന്നുള്ളിൽ പതിയെ വിടർന്നൊരു ഭാവുകമരുളാം നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രമോദ് ചിറ്റൂർ. ഞാൻ തന്നെ പ്രമോദ് മേനോൻ, ഞാൻ തന്നെ പ്രമോദ് ഇ. ഞാൻ തന്നെ എൻ്റെ വീട് പാലക്കാടിനടുത്ത് ചിറ്റൂരിനടുത്തുള്ള വളയൊടിക്കടുത്തുള്ള താമരക്കുളത്തിനടുത്തുള്ള ഏറാട്ടത്തറയിൽ വത്സലമ്മയുടെ മകനാണ് ഞാൻ. അപ്പോൾ ഞാനിത് എപ്പോഴും പറയാറുണ്ട്, എന്ന് വെച്ചാൽ വേറെ കാര്യങ്ങളൊന്നും വിചാരിക്കേണ്ടതെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അപ്പോൾ വലിയ സന്തോഷമുള്ള കാര്യമാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇപ്പോൾ ഫ്ലവേഴ്സ്, ഇത്രയും ഫേമസ് ചാനലായ ഫ്ലവേഴ്സ് ചാനലിലെ ഉപ്പും മുളകും 3-ലെ 68ാമത്തെ എപ്പിസോഡിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റി. പോലീസായിട്ട് ഞാൻ അഭിനയിച്ചു. അത് ഡയലോഗോട് ഉണ്ടായിരുന്നു. ഡയലോഗോടുകൂടെ നന്നായിട്ട് അഭിനയിച്ചു എന്നാണ് എല്ലാവരും പറഞ്ഞത്. അത് സന്തോഷം.
പിന്നെ വേറെ ഒരു കാര്യം പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ വേറൊരു നല്ല ഇതേമാതിരി ഫ്ലവേഴ്സ് ചാനലിന്മേൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ചാനലിലെ സീരിയലിൽ എന്നെ വിളിച്ചിട്ടുണ്ട്. അത് നിങ്ങളോട് അറിയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു പ്രോഗ്രാമിൽ ഒരു സീരിയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതാണ് ഈ ഉപ്പുമുളക്. അത് ചെയ്തു, ടെലികാസ്റ്റ് ചെയ്തു, മിനിഞ്ഞാന്ന് ടെലികാസ്റ്റ് ചെയ്തു. എല്ലാവരും കണ്ട് വളരെ സന്തോഷമായി. ഇനി ഇതുമാതിരി തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ചാനലിൽ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാനത് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ടെലികാസ്റ്റിംഗ് കഴിഞ്ഞിട്ടൊക്കെ പറയാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഒരു സിനിമയ്ക്കും വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയുടെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തായാലും 2-3 മാസത്തിനുള്ളിൽ അത് നടക്കുന്നതാണ് ഇപ്പോൾ പറയുന്നത്. അതിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ സന്തോഷമൊക്കെ പ്രേക്ഷകരോടെ അറിയിച്ചതാണ്. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നല്ല മനസ്സുള്ളവർക്ക് എന്നും നല്ലത് വരട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ.